നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ ഡിഗ്രി ചെയ്യുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തൊട്ട് മുമ്പ് ഞാൻ ഇന്നത്തെ ഒരു സമയത്ത് ആവശ്യമുള്ള പല കാര്യങ്ങളെക്കുറിച്ചും ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ചില ആൾക്കാർ ചോദിച്ച ചോദ്യമാണ് ഡിഗ്രി പഠിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കിയ ഒരു കാലഘട്ടം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-40 വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമ്മൾ 10ാം ക്ലാസ് പാസ്സാവുക എന്ന് പറയുന്നത് ഒരു ബെഞ്ച് മാർക്കായിട്ടാണ് വെച്ചിരുന്നത്. പിന്നെ അത് PDC ആയി. ഇപ്പം അത് എത്തി നിൽക്കുന്നത് ഒരു ഗ്രാജുവേഷൻ വേണം, നമുക്ക് അത്യാവശ്യം കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു ബോധം, അതേപോലെ ഒരു മെച്യൂരിറ്റി, അല്ലെങ്കിൽ അത്യാവശ്യം സബ്ജക്റ്റിലുള്ള ഒരു അറിവ്, നമ്മുടെ പ്രായം പക്വതൊക്കെ കണക്കാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബെഞ്ച് മാർക്കാക്കിയിട്ട് നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ മെൻഷൻ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ആ ഒരു ഡിഗ്രി കൊണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ, ഞാൻ കേരളത്തിൻ്റെ കാര്യം മാത്രം പറയുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പ്യൂർലി ഒരു ഡിഗ്രി എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി രാവിലെ കോളേജിൽ പോകും, റെഗുലർ കോളേജിലോ അല്ലെങ്കിൽ ഒരു പാരലൽ കോളേജിലോ പോകുന്നു, രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു, ടീച്ചേഴ്സ് കുറേ ക്ലാസ് എടുക്കുന്നു, ടീച്ചേഴ്സ് തന്നെ കുറേ നോട്ട്സ് തരുന്നു, പരീക്ഷ എടുക്കുന്ന സമയത്ത് കഴിഞ്ഞ 4-5 വർഷത്തെ ഇപ്പോൾ പാസ്റ്റ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ഇന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നു, എസ്സേക്ക് ഇത് ചോദിക്കുമെന്നുള്ള ഏകദേശം ഒരു ധാരണ കുട്ടികൾക്ക് ഉണ്ടാക്കുന്നു. പിന്നെ എക്സാമിൻ്റെ 2 ദിവസം മുമ്പോ ഒരാഴ്ച മുമ്പൊക്കെ മാരത്തോണായിട്ട് യൂട്യൂബിലും മറ്റുമൊക്കെ കുറേ ക്ലാസ്സുകളും പിന്നെ ഷുവർ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ കുട്ടികളുടെ ഒരു അക്കാഡമിക് നോളജ് പോലും ഒരു പരിധിവരെയെങ്കിലും കുട്ടികൾ വളരെ കാഷ്വലായിട്ട് കോളേജിൽ പോയി എന്തായാലും 1 വർഷം 2 വർഷം 3 വർഷം കഴിയുമ്പോൾ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എല്ലാവരും അങ്ങനെ അല്ലെങ്കിലും കുറച്ച് ആൾക്കാർ അങ്ങനെയാണ്. പരീക്ഷ എങ്ങനെയെങ്കിലും പാസ്സാവുക, അതിന് മാർക്ക് കാണിക്കുക, സർട്ടിഫിക്കറ്റ് മേടിക്കുക, അങ്ങനെ മേടിച്ച് പോകുന്നത് കൊണ്ട് തന്നെ ഡിഗ്രി കഴിഞ്ഞ ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഒരു പെർഫോമൻസ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രാക്ടിക്കലായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ തിയറി പഠിക്കുന്നു, പരീക്ഷ എഴുതുന്നു, പാസ്സാകുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് അതെങ്ങനെയാണ് നമ്മളുടെ ഒരു സൊസൈറ്റിയിൽ ഏതൊക്കെ മേഖലയിൽ എന്തൊക്കെ രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ച് കുട്ടികൾക്ക് അവയർനെസ് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ഒരു കാരണം കൊണ്ടാണ് ഡിഗ്രി കഴിഞ്ഞാലും നമ്മൾ പിന്നെയും എന്തിനു പോകേണ്ടി വരുന്നത്, ഹയർ സ്റ്റഡീസിന് പോകേണ്ടി വരുന്നത്.